ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ജയിലിൽ ചോദ്യം ചെയ്യുന്നു. SP ശശിധരനാണ് ചോദ്യം ചെയ്യുന്നത്. നാളെ ദേവസ്വം മുൻ അംഗങ്ങളുടെ മൊഴി എടുക്കാനിരിക്കെയാണ് ചോദ്യം ചെയ്യൽ. ചന്തു ചന്ദ്രശേഖറാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ചന്തു, എന്തായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വേഗം തന്നെ കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പോറ്റിയെ അതുപോലെ തന്നെ ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നു. നാളെ മറ്റുള്ള ആളുകളെ, മുൻ ദേവസ്വം അംഗങ്ങളെ കൂടെ ചോദ്യം ചെയ്യാനിരിക്കുമ്പോൾ ഇന്ന് ഇവരുടെ മൊഴി എടുക്കുന്നത് എത്രമാത്രം നിർണായകമാണ്? സ്വാതി, ഇപ്പോൾ ജയിലിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയുമാണ് ഇപ്പോൾ ജയിലിലെത്തിയ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. SP ഈ ദേവസ്വം ബോർഡിന്റെ അറിവോട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും താൻ ചെയ്തത്. ഈ മഹസറിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതടക്കം ദേവസ്വം ബോർഡിന് എല്ലാ കാര്യങ്ങളും അറിയാമെന്നായിരുന്നു സുധീഷ് കുമാർ നേരത്തെ മൊഴി നൽകിയിരുന്നത്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് എന്ന നിലയ്ക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയകുമാറിലേക്കും KP ശങ്കർദാസിലേക്കും അന്വേഷണം എത്തിയിരുന്നില്ല. അവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അല്ലെങ്കിൽ അവരുടെ അറസ്റ്റിലേക്ക് എത്തുന്ന നടപടികളിലേക്കൊന്നും SIT എത്തിയിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നാളെ അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നതിന് ഹാജരാക്കാൻ SIT നിർദ്ദേശം നൽകിയിരുന്നത്. പ്രധാനമായും ഇവരെ ചോദ്യം ചെയ്യുന്നതിന് തൊട്ട് മുൻപേയാണ് വീണ്ടും ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്യുന്നത്. ഈ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഇതിലെ പങ്കെന്താണ്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുന്നതിനും ചില സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമാണ് ചോദ്യം ചെയ്യലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ശങ്കർദാസിനോടും വിജയകുമാറിനോടും ഈഞ്ചക്കലിലെ SIT ഓഫീസിലെത്താനാണ് SIT സംഘം നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇവർ അറസ്റ്റിലേക്ക് കടക്കുമെന്ന ഒരു സൂചന ഇവർക്ക് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മുൻകൂർ ഇപ്പോൾ നീങ്ങുന്നത് മാത്രമല്ല. ശരി ചന്തു, എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടക്കം വീണ്ടും ജയിലിലെത്തി ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം ഇനി കടക്കുന്നത്. ആ വിവരങ്ങളാണ് ചന്തു നൽകിയത്.